ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കുഞ്ഞാപ്പിയില്ല, കുഞ്ഞാപ്പി ഉറങ്ങുകയാണ്. കുഞ്ഞാപ്പിൻ്റെ ഉറങ്ങണ നേരമായിപ്പോയി. അപ്പോൾ കുഞ്ഞാപ്പി ഉറങ്ങി എണീക്കുന്നതിൻ്റെ മുന്നേ ഈ വീഡിയോ മുഴുവനാക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും ആണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഇൻ്റെതാണ്, ഉത്തരം പറയാൻ ആളുണ്ട്, ഉത്തരം പറയാനുള്ള ആളിപ്പോൾ വരും. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലാണ്, അതുകൊണ്ട് വണ്ടികളൊക്കെ പോകണം, ശബ്ദം. അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത്, വരൂ, കടന്നു വരൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്ന ആൾ ഇതാണ്. എൻ്റെ വീഡിയോകളിൽ അധികം ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് വീഡിയോയിൽ അധികം ഇല്ലാത്തത്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീഡിയോയിൽ ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളതിന് സത്യസന്ധമായ ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നല്ല ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം നോക്കല്ലോ, ചോദ്യം നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ഉത്തരങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. ഉത്തരമൊക്കെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ചോദ്യം ചോദിക്കാം. ചെറിയ ചെറിയ ചോദ്യങ്ങളും ചെറിയ രസകരമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ, സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കള്ളക്കളി, തുടക്കത്തിൽ തന്നെ കള്ളക്കളി കളിച്ച് എൻ്റെ ചോദ്യങ്ങൾ മുഴുവനും ഇതിൽ വായിച്ചെടുത്തണ് ഒക്കെ എണ്ണി നോക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ പിടിച്ച സമയത്ത് എൻ്റെ ചോദ്യങ്ങളൊക്കെ കണ്ട് കോപ്പി അടിച്ചിന് ഗൈസ്. എന്നിട്ട് കണക്കും കൂട്ടുന്നുണ്ട് എത്രയെന്നൊക്കെ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ വിവാഹം നടന്ന ദിവസം 2018. ബാക്കി പോരട്ടെ, 2018 കുറെ കേട്ടുണ്ട്. ശനിയാഴ്ച അല്ല ചോദിച്ച്, ഡേറ്റ് പറഞ്ഞാൽ മതി. ഡേറ്റ് 29 2018 മാസം കൂടി പറയേ. ഏപ്രിൽ 29. ശരി, കോപ്പി അടിച്ചാവും. ഞാൻ ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമ്മളിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എനിക്കാണ്. സമ്മതിച്ച് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യത്തെ അടുത്ത ചോദ്യം അതേപോലെ ആക്കാം. ദേഷ്യം പൊതുവെ എനിക്കും വരലുണ്ട്, എന്നാലും കൂടുതൽ ഇങ്ങക്കാണ്. ഇനി വഴക്കുണ്ടാക്കിയിട്ട് എത്ര ദിവസം മിണ്ടാതിരുന്നിട്ടുണ്ട്? ഒരു 2-3 ദിവസം. 2 ദിവസമൊക്കെ മിണ്ടാന്നോ? 2 ദിവസമൊക്കെ മിണ്ടാന്നോ? അന്നേ 2 ദിവസം മിണ്ടാന്നേ. 2 ദിവസം മിണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. 2 ദിവസം. അടുത്ത ചോദ്യം, ആരാണ് ആദ്യം കോംപ്രമൈസിന് വരിക? എപ്പോഴാണ് വന്നത്? ഞാനാണ് കോംപ്രമൈസിന് ചെല്ലല്. ഇപ്പം അതിനധികം ഒന്നും ഉണ്ടാവില്ലല്ലേ, അടിപിടികളൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പം ഒന്നാമത് പിടി അവിടെ ആയതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തത്. അടുത്ത ചോദ്യം, നമ്മൾ പരസ്പരം എന്താണ് വിളിക്കാറ്? നിങ്ങൾ ഇന്നെന്താ വിളിക്കുക? ഞാൻ നിങ്ങളെന്താ വിളിക്കുക? ഞാൻ ചിങ്കു എന്ന് വിളിക്കും. ഞാനോ? വിളിക്കും. ഞാൻ പാവുട്ടാന്നാ വിളിക്കല്.
അതൊക്കെ ദേഷ്യം വരുമ്പോൾ പ്രിജി എന്ന് വിളിക്കും. ദേഷ്യം വരുമ്പോൾ ചോദിച്ചില്ല, നമ്മൾ പൊതുവെ എന്താ നമ്മൾ വിളിക്കല് അതാ ചോദിച്ചു. അടുത്ത ചോദ്യം, നമ്മളിൽ ആർക്കാണ് മടി കൂടുതൽ? മടി കൂടുതൽ എനിക്കുണ്ടായി. ശരിയാണ്, ഇക്കാണ് കുറച്ച് മടി കൂടുതൽ. നിങ്ങൾക്ക് മടി തന്നെയാണ്, നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മടിയല്ലേ? മടിയാണ് ഗൈസ്. അത് മടി രണ്ടാൾക്കും തുല്യത ഉണ്ട്, വേറെ വേറെ കാര്യങ്ങൾക്കാണ് നോക്കും. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം, എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ആകെ മലപ്പുറം കോഴിക്കോട് എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ചാലിയോ? ആകെ കോഴിക്കോട് എത്ര വട്ടം പോയിന്? വേറെ ഏത് സ്ഥലം പറയും? ഊട്ടി പോയനേ, പക്ഷെ അത് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പോയതാ ഊട്ടിയിൽ. നിങ്ങളെ കൊണ്ടുപോയതല്ല, നിങ്ങളുണ്ടേന്നു, നമ്മളെല്ലാവരും കൂടി പോയത്. ഞാൻ പോവാനേ എനിക്ക് കാണണമെന്ന് ഇഷ്ടമുള്ള ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ആദ്യം പറഞ്ഞിട്ടുണ്ടോ? വയനാട് പോസ്റ്റാണ്. അപ്പോൾ അതൊക്കെ വയനാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ എവിടേക്കും പോകണമെന്ന് പറയില്ലല്ലേ. വീട്ടിൽ വേണ്ടേ? നല്ല പോലെ അടയിലോ വേണ്ടില്ലായിരുന്നു. നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ കളിപ്പാണ്. അടുത്തത്, നമ്മളിൽ ആരാണ് കൂടുതൽ പൈസ ചെലവാക്കുന്നത്? കൂടുതൽ പൈസ ഞാനാണ് ഗൈസ്. ഞാൻ ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ ശമ്പളത്തിലെ പൈസ എങ്ങനെ പോകണം തന്നെ ഞാനാണ് ഗൈസ്. തീർക്കല്ല ഞാൻ. അടുത്ത ചോദ്യം, കുഞ്ഞാപ്പിയുടെ ജനന ദിവസം? ഡിസംബർ 26-ാം തീയതി. വർഷം ഡിസംബർ 26. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കുഞ്ഞാപ്പി. ഓ, ഈ ആഴ്ചല്ല, ഡേറ്റ് പറയും. ഡിസംബർ 26. ഡിസംബർ 26. വർഷം 2023 അല്ല, കുഞ്ഞാപ്പിക്ക് ഇപ്പൊ 2.5 വയസ്സായി. 2022 ഡിസംബർ 26. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു ദിവസം എന്താ? നിങ്ങളൊരു ഓർമ്മയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു കാര്യം? കുഞ്ഞാപ്പി ഉണ്ടായത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഞാൻ ഗർഭിണിയായ സമയത്ത് നമുക്ക് വേറൊരു സന്തോഷം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? കുഞ്ഞാപ്പി ഞാൻ ഗർഭിണിയായ ആ ഒരാഴ്ച, ആ ഒരു മാസം എന്ന് പറയല്ലേ, ആ ഒരാഴ്ച തന്നെ നമുക്ക് വേറൊരു സന്തോഷം നമ്മൾ മറക്കൂല. കാരണം ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങളത് മറക്കൂല, ഞാനും മറക്കൂല. അതെന്തായിരുന്നു ആ സന്തോഷം? മുകളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, അവിടെ അല്ലേ, താഴോട്ട് വരി. എന്തായിരുന്നു ആ സന്തോഷം? യെസ്. ഓ, എനിക്കത് ഓർമ്മ ഉണ്ടല്ലേ? യെസ്, ഞങ്ങളെ വീട് പാസ്സായത് ആ സമയത്തായിരുന്നു. ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു വലിയ സന്തോഷമായിരുന്നു. അടുത്ത ചോദ്യം, കുഞ്ഞാപ്പിയുടെ മുഴുവൻ പേരെന്താണ്? നിതാര ഉദയൻ പള്ളിയാളി. പള്ളിയാളി വേണമെന്നോ? പി. നിതാര ഉദയൻ പി. ഇനി കുഞ്ഞാപ്പിൻ്റെ പേര് ആരാണ് കുഞ്ഞാപ്പിക്ക് പേരിട്ടത്? കുഞ്ഞാപ്പിൻ്റെ നിതാര ഉദയൻ എന്നുള്ള പേര് ആരാണ് കണ്ടുപിടിച്ച് തന്നത്? അമ്പിളി. യെസ്, എൻ്റെ അനിയത്തി അമ്പിളിയാണ് നമുക്ക് ആ പേര് കണ്ടുപിടിച്ച് തന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങളോടുള്ള ചോദ്യം കേട്ടോ.
എല്ലാ ചോദ്യങ്ങളോടുള്ള തന്നെ അച്ഛനായപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഞാനൊരു ആൻസർ എഴുതി വെച്ചിനായി, ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അച്ഛനായ ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു മാറ്റം. നിങ്ങൾക്കുണ്ടായൊരു മാറ്റം. എല്ലാ ഉത്തരവാദിത്തം കൂടി. പിന്നെ വീടും നമ്മളെ ഫാമിലി എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ബുദ്ധി ഉദിച്ച് കുഞ്ഞാക്കുണ്ടായതിനു ശേഷം ബുദ്ധി ഉണ്ടായി. അതേതായാലും നന്നായി, ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതിയൊരു ഉത്തരം പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് ഞാൻ വിചാരിച്ചത് കുഞ്ഞാപ്പി ഉണ്ടായതിനു ശേഷം ചിലവ് കൂടി, അതാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. എനിക്ക് ചെറിയ ചോദ്യം, കുറച്ച് ചോദ്യം വെച്ചിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ വീഡിയോ, അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ. എനിക്ക് ചോദ്യമൊക്കെ ഇഷ്ടമായ മറക്കൂല. ചെറിയ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളൂ. കുറേ ചോദിക്കാനുണ്ട്. ഈ വഴിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എല്ലാവരും കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്ന് കുഞ്ഞാപ്പി ഉറങ്ങാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ. ബൈ.